മാറ്റമേ കഴിഞ്ഞ ഒരു 8 കൊല്ലം കഴക്കൂട്ടത്തിന് ഭയങ്കര നിർണായകമായിരുന്നു. ടെക്നോ പാർക്കൊക്കെ ഡെവലപ്ഡായി, ഫ്ലൈ ഓവറുകൾ കംപ്ലീറ്റ് സെറ്റായി. അതുപോലെ തന്നെ നമ്മുടെ ഫുഡിൽ ഭയങ്കരമായ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. ഫുഡിൻ്റെ കൾച്ചറും രീതികളും ഒക്കെ മാറി. ഫുഡ് സ്പോട്ടുകൾ തമ്മിൽ മത്സരിക്കാൻ തുടങ്ങി, നല്ല ഭക്ഷണം വിളമ്പാൻ. അതിൽ ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് തോന്നുന്നതും അറിയുന്നതുമാണ് ആഹാ എന്ത് രുചി തേടി പോകുന്നത്. നമുക്ക് തുടങ്ങാം. ഇത് നല്ല തിരക്കുള്ള കഴക്കൂട്ടം ബൈപ്പാസ്. ഇവിടെ നിന്ന് കുളത്തൂരേക്ക് പോകുന്ന വഴിയാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള UST ഗ്ലോബലിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആഹാര എന്ത് രുചി എന്തിനാണ് ഈ UST ഗ്ലോബലിൻ്റെ ഫ്രണ്ടിൽ IT പാർക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് എന്ത് കാര്യമൊന്നും. നമ്മുടെ ഇന്നത്തെ സ്പോട്ടായ ഷാപ്പിലെ കറിയും നാവിലെ രുചിയും ഇതിൻ്റെ തൊട്ടടുത്താണ്. ഷാപ്പിലെ കറിയും നാവിലെ രുചിയും പേരെന്തെങ്കിലും ഓർമ്മയുണ്ടോ? അതെ, നമ്മുടെ കിഷോർ ഏട്ടൻ്റെ അടിപൊളിയൊരു ഷാപ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വന്ന് വെറുതെ പോവല്ല, നമ്മളിവിടെ ചുമ്മാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതല്ല. നല്ലൊരു അടിപൊളി റെസിപ്പി കിഷോർ ഏട്ടൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഒപ്പിച്ചെടുക്കണം. പിന്നെ കിഷോർ ഏട്ടൻ്റെ ഒരു പാട്ടും. അപ്പോൾ തുടങ്ങാൻ നമുക്ക്. ഷാപ്പിലെ കറിയും നാവിലെ രുചി. ആഹാ എന്ത് രുചി, രണ്ടും ഹിറ്റ് പ്രോഗ്രാമാണ്. ഹലോ ചേട്ടാ, നമസ്കാരം. ഗംഭീരമാണല്ലോ ചേട്ടാ. എവിടെ പോയാലും ചേട്ടൻ്റെ ഈ ഷാപ്പിലെ കറി നാവിലെ രുചിയാണല്ലോ കേട്ടോണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എത്ര 8 കൊല്ലം പരിപാടി പോയില്ലേ, അപ്പൊ പിന്നെ അത്രയും വേണ്ടേ? ശരിയാണ് കേട്ടോ ചേട്ടാ, ഭയങ്കര സംഭവം തന്നെ. എന്തായാലും കടത്ത് കാണട്ടെ എല്ലാ സംഭവം. കണ്ടിട്ട് വരാം. ഓക്കെ, എനിക്ക് ഈ കുറച്ച് ഇരുട്ട് വൈബ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. പെയിന്റിങ്സ് ഒക്കെ കണ്ടോ? ചേട്ടാ കിടില് നോക്കി പറഞ്ഞു കേട്ടോ ചേട്ടൻ. അടിപൊളി. ഈ മേളിൽ എനിക്ക് കാണണം. താഴത്തെ വൈബ് നിങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. മേളിലാണ് അടാറ് വൈബ്, നല്ല ഷാർപ്പ് വൈബ്, നല്ല വെട്ടമുള്ള വൈബ്. താഴെ കംപ്ലീറ്റ് ഡാർക്ക് ആയിരുന്നു, ഇവിടെ നല്ല വെട്ടമുള്ള വൈബ്. അപ്പൊ ഇത് മേളിലുള്ളൊരു ചെറിയ ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് UST ഗ്ലോബൽ. ചെയ്യണം, അടിപൊളിയായിട്ടുണ്ട്. താഴത്തെ ഡാർക്ക് വൈബ്, മേളിൽ ലൈറ്റ് വൈബ്. ഓരോരുത്തർക്ക് ഓരോ വൈബുകളാണ്. ചിലർക്ക് ഇരുണ്ട മുറി അങ്ങനെയൊക്കെയുള്ള സാധനം. എനിക്ക് ഇന്ന് ഇരുട്ടിൽ സെറ്റ് ചെയ്ത് തന്നാൽ മതി, പിന്നെ ഞാൻ ലൈറ്റിൽ കഴിക്കാൻ പിന്നെ വരാം. അപ്പൊ ഇനിയിപ്പോ എന്താണ് നിനക്ക് വേണ്ടത്? ഇവിടെ ബീഫ്, പോത്ത്, പന്നി, താറാവ്, ചിക്കൻ, നാടൻ ചിക്കൻ പുരട്ട്, പന്നിയൊക്കെ ഇവിടെ കള്ള് ഷാപ്പിൽ പന്നിയില്ല. എന്താ കൈവാക്കിന് കിട്ടിയ ഒരു സാധനം തരാം നിനക്ക്. ഓക്കെ ശരി, ഇഷ്ടമുള്ള ഐറ്റം ചെറുതായിട്ട്. എന്റെ കഴിവ് ഞാൻ ചേട്ടനെ കാണിച്ച് പേടിപ്പിക്കണോ? നിങ്ങൾ എന്ത് പറയുന്നു? ക്ഷമിക്കുക, നമ്മൾ ഇവിടെ വരുമ്പോൾ ആരും ഗസ്റ്റ് വന്നാലും നമ്മൾ ഒരു കിരീടധാരണം പോലെ വയ്ക്കും. റെസ്റ്റോറൻറ്റിൽ അടുക്കളയിൽ നിൽക്കുമ്പോഴേ അതങ്ങനെ വേണമെന്നാണ്. അതെ, ചേട്ടൻ ഇതില്ലാതെ എൻ്റെ അകത്തേക്ക് ഗേറ്റ് ഇല്ലാന്ന് ഷാഠ്യം പിടിച്ചു. ലുക്കും സൗന്ദര്യവും ഞാൻ ഇന്നത്തെ പോത്തിറച്ചിക്ക് സമർപ്പിച്ചിരിക്കുന്നു. വലിയാണ്. ഇന്ന് എനിക്ക് എപ്പിസോഡിൽ പണിയെടുക്കാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്നറിയോ, പണി കുറച്ചെടുത്താൽ മതി. ഈ ഫുഡ് കുക്കറി വ്ളോഗിങ്ങിന്റെ പുലിയാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഒരുപാട് പണിയെടുക്കണ്ട അല്ലേ? ഈ വ്ളോഗ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം എനിക്ക് തോന്നുന്നു ഈ സ്ത്രീകളായിരുന്നു ഈ പാചകങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതൊന്ന് മാറ്റി പിടിച്ചൊരു ചേട്ടനായിരുന്നു അതിനിടയില്, കൃഷ്ണനായിട്ട് ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയില്. അല്ല, ഞാനല്ല, രാജ്കലേഷ് അത് കഴിഞ്ഞതിന് ശേഷം രാജ്കലേഷ് ചെയ്തത് വേറൊരു ലെവലില് കുറച്ചുകൂടെ എന്നെ വലിച്ചിറക്കി ജനകീയമാക്കിയത് ഞാനാണ്. പാടത്തും പറമ്പത്തും ഷാപ്പുകളിലും. പ്ലസില് എനിക്ക് തോന്നുന്നു പ്ലസ് തന്നെ അറിഞ്ഞിരുന്നത് ഷാപ്പിലെ കറി നാവിലെ രുചി എന്നുള്ള പേരിലായിരുന്നു. അതെ, ഭയങ്കര വ്യൂവേഴ്സ് ആയിരുന്നു. എത്ര വർഷം അല്ലേ? 7 കൊല്ലം. എന്നിട്ട് ഈ 7 കൊല്ലത്തിനിടെ ചേട്ടൻ ഷാപ്പ് മുഴുവൻ കയറി ഇറങ്ങി. പിന്നെ വിവരം നിങ്ങൾ കണ്ടില്ല, ഇപ്പൊ ഷാപ്പിന്റെ എൻസൈക്ലോപീഡിയ ആയിട്ട് മാറിയിരിക്കുക. കുറെ കാലം കഴിയുമ്പോൾ ഞാനും അങ്ങനെ ആവുമോ ചേട്ടാ? ആ ലെവലിലേക്ക് എത്തും. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എത്തുമായിരിക്കാം. അപ്പൊ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. നമ്മൾ ഇന്ന് എന്ത് ഐറ്റമാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ല. പോത്ത് വരട്ടിയത്, നല്ല പോത്ത് വരട്ടിയത്, പോത്തിന്റെ ഇറച്ചി വരട്ടിയത്. ചേട്ടൻ എവിടെ എങ്ങനെയാണ് റെസിപ്പി ഇത് ചെയ്തത്? അതിന്റെ ഒരു ഉത്ഭവം ഒന്ന് പറയാനുണ്ടോ? ഇതിപ്പോ നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ നമുക്ക് നമ്മുടെ ഇതെങ്ങനെ ആയിരിക്കണം എന്നൊരു ധാരണയുണ്ടല്ലോ. പിന്നെ പല ആളുകൾ ചെയ്യുന്നത് കണ്ട് അതിൽ കൊള്ളാത്ത സാധനങ്ങളുണ്ടല്ലോ, അത് പതുക്കെ ഇനി മോഷിച്ചിട്ട് നമ്മുടേതായിട്ടുള്ളൊരു ഡിഷായിട്ട് അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഈ തേങ്ങ ഇങ്ങനെ അരിഞ്ഞ സാധനം ഇത്
വറുത്ത് കോരി മാറ്റി വെക്കോ അതോ മാറ്റി മാറ്റി വെക്കും? ഓക്കെ. അപ്പൊ പോത്ത് വരട്ടിയത് ചേർത്തലല്ലേ, ആലപ്പുഴയല്ലേ? ആലപ്പുഴ ചേർത്തലക്കാരിയാണ്. പിന്നെ രുചിയുടെ കാര്യം ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതെ, ആലപ്പുഴ അങ്ങനെയാണ് ആ നാട്. രുചികളുടെ ലോകമാണ്. ഞാൻ നിനക്ക് വിട്ടു തന്നൊക്കെയാണ്, നിനക്ക് ഇതിന്റെ പരുവ് അറിയാമല്ലോ. നോക്കാം തേങ്ങാക്കൊത്ത് വറുത്ത് വരുന്ന ഷെമി, ഞാൻ അവിടെ നിന്ന് നോക്കാം. നീ ആവുമ്പോ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ ചേട്ടാ പോലെ ആയി എന്ന് പറ. ചേട്ടാ ഇവിടെ വിളമ്പാളാണ് കേട്ടോ. ആയാ ഇച്ചിരി ആവണോന്ന് എന്റെ അഭിപ്രായം. ശരി, അപ്പൊ വിളിച്ചാൽ മതി. കിഷോറേട്ടാ വന്ന് നോക്ക്, നല്ല സ്വർണ്ണ കളറിലിരിക്കുന്ന തേങ്ങാക്കൊത്ത്. അപ്പൊ ചെറിയൊരു കുക്കറാണ്. ചെറിയൊരു കുക്കറാ. കടുക് കടുകിട്ട് പൊട്ടിച്ചു. നല്ല ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കടുകിട്ട് പൊട്ടിച്ച് നല്ല ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അതിനകത്തേക്ക് പൊട്ടിക്കുക. കുറച്ച് വറ്റൽമുളക്. പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. അകത്തേക്ക് നമ്മുടെ സിറ്റിയുടെ ഒത്ത നടുക്കാണ്. സിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് കട്ടാണ് അകത്തേക്ക് കയറുമ്പോൾ. UST ഗ്ലോബലിന്റെ ബാക്ക് സൈഡ്. ഇവിടെ നിന്ന് റോഡ് അങ്ങ് മാറി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ മുഖം മാറി. നമ്മൾ കറിവേപ്പില ഇടാണ്. വറ്റൽമുളകിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് അതും വഴറ്റി ഇനി നമ്മൾ പൊടികൾ ഇടാൻ പോവാണ്. കാശ്മീരി ചില്ലി, കാശ്മീരി ചില്ലിയും സാധാരണ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചാണ് ഇട്ടത്. മല്ലിപ്പൊടി. ആ എടുപ്പും സ്റ്റൈലും ഒക്കെ അങ്ങോട്ട്. ഇതിന് ചെറിയ തീയിൽ കിടന്ന് നല്ല രീതിയിൽ മൂത്ത് വരണം. ഇത് ഇളക്ക് നിർത്തി നോക്കിക്കൊണ്ടിരിക്കുക. മൂക്കണം. മൂത്ത് ചുമ വന്നാൽ മൂത്ത് വന്ന ചുമ തുമ്മൽ. ഇതിന്റെ ചോട്ടിൽ നിന്ന് ചുമയും തുമ്മലും ഉണ്ടെങ്കിൽ ഇത് മൂത്തതാണ്. സവാള വഴറ്റി വെച്ചേക്കും. ഇനി ഉള്ളി ഒന്ന് നല്ല രീതിയിൽ. ഈ കറിയുടെ പോർഷന്റെ ബില്ല് എനിക്ക് അയച്ചേക്കട്ടെ. ഇത് പോത്ത് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കുക്കറിൽ പോത്ത് നല്ല വേവുണ്ട്. ഒരു പീസ് വെളിയിൽ പോയി കഴിഞ്ഞാൽ 50 രൂപ വെച്ച് എടുക്കണം. ഹലോ, തിരിച്ചു വാങ്ങിച്ചാൽ പോയി. മിസ്സാവുന്നുണ്ട്. കുട്ടിക്ക് അറിയാം, ജോസഫെ കുട്ടിക്ക് അറിയാം. ഇനി ഒരു ഇളക്കുണ്ട്. ഈ ഉപ്പിട്ടിട്ട് ഇളക്കണം. ഉപ്പിട്ടിട്ട് ഒരു ശകലം ഇട്ടിട്ടുണ്ട്. ഇത് പോത്ത് പുഴുങ്ങിയാണ്. പോത്തിൻ്റെ സ്റ്റോക്കാണ്. കുറച്ച് നേരം ഇനിയാണ് ഇപ്പം മസാല നല്ല രീതിയിൽ പിടിച്ചു എന്നാണ് തോന്നണേ. കുരുമുളക് വരട്ടി ചെയ്തുകൊണ്ട് കുരുമുളക് ഇച്ചിരി കൂടുതലാണ്. എരി ഇച്ചിരി മുമ്പ് നിൽക്കണം. ഇത് നമ്മുടെ ഇവിടുത്തെ മസാലയാണ്. നമ്മൾ പൊടിക്കുന്ന നമ്മുടെ മസാല, ഗരം മസാല. ഇതിൽ ബാലൻസ് കറിവേപ്പില, വറ്റൽമുളക്. അപ്പോൾ സുമിക്ക് ഇന്ന് വന്നപ്പോൾ നമുക്ക് പോത്ത് വരട്ടിയത്, സത്യം പറഞ്ഞാൽ പോത്ത് വരട്ടിയത് നല്ല രീതിയിൽ ഇങ്ങനെ കുറേയേറെ കിടന്ന് കനലിൽ കിടന്ന്, അല്ലെങ്കിൽ സിമ്മിൽ, ഗ്യാസിലാണെങ്കിൽ സിമ്മിൽ കിടന്ന് വരട്ടി പരുവമായി എടുക്കും. ഇതിപ്പോൾ ഒരു റോസ്റ്റ് പരുവത്തിലായി. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സുനിക്കുട്ടൻ തേങ്ങാക്കൊത്ത് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് കുറച്ച് വെളിച്ചെണ്ണ, തേങ്ങാക്കൊത്തിട്ട് വരട്ടിയ പോത്ത് റോസ്റ്റ്. അതെങ്ങനെ രണ്ടെണ്ണാവണത്? പോത്ത് റോസ്റ്റ് വേറെയാണ്,
പോത്ത് തേങ്ങ കൊത്തിട്ട് വരട്ടിയത്, പോത്ത് വരട്ടിയത്. ഇനിയാണ് ഇത് ഏതാണ്ട് പരിവായി. നമ്മൾ ചേർത്തിട്ട് ഇപ്പൊ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് ആയി. 20 30 മിനിറ്റാണ്. ഇനി വേണം ഇത് ടേസ്റ്റ് ചെയ്യാൻ. ഇത് വേണ്ട പറ. നല്ല കുരുമുളകും ആ നന്നായിട്ട് അങ്ങോട്ട് വരണ്ട് പോത്തിങ്ങനെയുണ്ടല്ലോ. അതിന്റെ ഇടയിൽ കൂടെ നല്ല വെളിച്ചെണ്ണയിൽ മൂത്ത് നമ്മുടെ തേങ്ങാക്കൊത്ത് രണ്ടും കൂടെ ഇങ്ങനെ ഒരു ഫ്ലേവർ ബോംബാണ് വായത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം പരിചയപ്പെട്ടിട്ട്. ബാക്കിയുള്ള ഐറ്റം വേണ്ടേ വേറെ? ബീഫ്, പന്നി. അപ്പോൾ ഇത് ഞാൻ കോരട്ടെ. നീ പോയിരുന്നു. ഞാൻ കോരിക്കൊണ്ടുവരാം. വേണ്ട, ഞാൻ കോരിക്കൊണ്ടുവരാം. ഓക്കെ. ഇതിപ്പോ ഞാൻ എവിടെ നിന്നാ തുടങ്ങേണ്ടത്? എവിടെ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം. അന്ത്യത്താഴം ഇരുന്ന് പെസഹ ഇത്രയും ഗംഭീരമായിരുന്നു എനിക്ക് സംശയമുണ്ട്. നിനക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഒരു സാധനത്തിൽ തുടങ്ങാം. ചെമ്മീൻ ചമ്മന്തി. ചെമ്മീൻ്റെ ചമ്മന്തി നമ്മൾ ഊണിന് ഇപ്പോൾ വൈകുന്നേരമായില്ലേ, മീൽസിന് കൊടുക്കുന്ന സാധനം. കുഴച്ച് കഴിക്കാനുള്ള ചെമ്മീൻ ചമ്മന്തി. ഇനി എടുത്തു ഇടിയപ്പമുണ്ട്, അരിപ്പത്തിരിയുണ്ട്, അപ്പമുണ്ട്, കപ്പയുണ്ട്, പൊറോട്ടയുണ്ട്. ഏതെടുക്കാൻ പോണേ? ഇടിയപ്പെടുത്തു. ബീഫ് കറി വേണോ, പോത്ത് റോസ്റ്റ് വേണോ, ചിക്കൻ പെരട്ട് വേണോ? ഇടിയപ്പത്തിന് ഇങ്ങനെ ഇതിൻ്റെ നെയ്യാണ്. എണ്ണ നമ്മളിതിൽ ഒഴിക്കരുത്. ആ നെയ്യ് ഇതിൽ ഇങ്ങനെ ഏറ്റിട്ട് അതാദ്യം കഴിച്ചോ. ഇനി ഇതിൻ്റെ ഹൽവ കഷ്ണം. അതിലിത്തിരി ഗ്രേവിയും ഹൽവ കഷ്ണത്തിൻ്റെ പുറത്ത് ഇനി ഒരു പൊറോട്ട വെച്ചിട്ടേ. പൊറോട്ടയും ഇതാ അതിൽ അത് മാറാൻ പാടില്ല. ശരി, ബീഫ് കറി, പൊറോട്ട വലിച്ച് ഇങ്ങോട്ട് കീറി. ഇനി മലയാളി എവിടെ പോയി കഴിഞ്ഞാൽ 2 കഷ്ണം കപ്പ കഴിച്ചില്ലെങ്കിൽ കപ്പയുടെ കൂടെ കേര മുളകിട്ടത് ഷാപ്പ് കറി, ഈ മീൻ കറി ഒരു പീസ് വെച്ച് അതിലിത്തിരി കപ്പയുടെ ചാറൊഴിച്ച് കൊടംപുളിയുടെ ഒരു പീസ് കൂടെ അതിനകത്ത് ഇരിക്കട്ടെ. നമ്മളൊരു വഴിക്ക് പോകുന്നതല്ലേ, കൊടംപുളി ഇട്ട് വെച്ച എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഒരു സ്നൂത്ത്, ഒരു സിനിമ. അതിന് വേണമെങ്കിൽ സവാള വയ്ക്കാം. ഭയങ്കര സവാള അത് ഏതിൽ വെച്ചാലും. അത് കപ്പയുടെ ഒരു പീസ്. ഭക്ഷണം കഴിക്കുമ്പോൾ മനുഷ്യൻ അടങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അടങ്ങിയിരിക്കുന്ന 2 സ്പേസേ ഉള്ളൂ. ഒന്ന് ബാത്റൂമിലും പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും. കാര്യം അവിടെ പിന്നെ വേറെ ഒന്നും. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് സമാധാനത്തിൽ നമുക്കിഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു. ഓക്കെ, അപ്പൊ ഇനിയാണ് നമ്മൾ ഇവിടെ വന്നതും നമ്മളിവിടെ നിന്ന് കുക്ക് ചെയ്തതായിട്ടുള്ള ഐറ്റം നമ്മൾ ടേസ്റ്റ് ചെയ്യേണ്ട സമയമായിരുന്നു. ഓക്കെ, നല്ലപോലെ വരട്ടി. ശരിയാണ്, നമ്മൾ കുറച്ച് കഴിച്ചു, പക്ഷെ ഇപ്പോഴാണ് അതിന്റെ കറക്റ്റ് പരുവത്തിനതായത്. അതെ, വിശക്കെ എനിക്ക് ഇവിടെ ഇരിക്കാണ്. പത്തിരിയുടെ കൂടെ തേങ്ങ കൊത്ത് ഞാൻ പറഞ്ഞുതരാം അത് എങ്ങനെ കഴിക്കണം. ഷവർമ. ഇത് ചപ്പാത്തി ആണെങ്കിൽ കുറച്ചുകൂടെ വേറൊരു ടേസ്റ്റാണ്. ഇത് ചെയ്യേണ്ടതല്ല, അത് അതിലൊരു മിക്സിങ് ഭയങ്കര രസമാണ്. നമ്മളെ ഈ ഭക്ഷണം എങ്ങനെ അതിന് നമുക്ക് കഴിക്കുന്നത് എന്ന് പറയുന്ന ഒരു കരവിരുതാണ്. നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, പക്ഷേ ഇതിന് ഒരു പത്തിരി പോരാ, ഒരു പത്തിരിയുടെ വയ്ക്കണം. കാര്യം ഇച്ചിരിയുടെ കട്ടി വേണം. അരിപ്പത്തിരി നൈസാണ് വെച്ചോ. നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കൂല. ഇത് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു രസമാണ്. ഞാൻ സ്ഥിരമായിട്ട് 2 ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ സിൻഡറിൽ ഒരു സിംഗിൾ ഓംലെറ്റ് വെച്ചിട്ട് വെച്ചിട്ട് അത് കഴിക്കും. അത് ഭയങ്കര രസമാണ്. അത് നമ്മുടെ കുളത്തൂർ ഷാപ്പിൽ ക്ഷമിക്ക് വേണ്ടിയിട്ടുള്ള ഈ തേങ്ങ കൊത്തിട്ട പോത്ത് വരട്ടിയത്. ഒരു ഇനി അത് നല്ല കടിക്കണം. കടിക്കുമ്പോഴേ ഓരോ ഐറ്റങ്ങളായിട്ട് വരുള്ളൂ.
നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം പോത്ത് തേങ്ങ കൊത്തിട്ട് വരട്ടെ. ഇന്നാ പിടിച്ചോ. അപ്പൊ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ചേട്ടനോട് ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ചേട്ടൻ ശരിക്കും അറിയാമായിരുന്നോ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ ഇതുപോലൊരു എന്താ റെസ്റ്റോറന്റിലേക്കും അങ്ങനെ ഒരു അങ്ങനെയല്ല. എന്റെ ബിസിനസ്സിനപ്പുറത്തേക്ക് എന്റെ ഒരു പാഷനാണ്. ഞാൻ എന്റെ ജോലികളെല്ലാം വളരെ പാഷനായി ചെയ്യുന്ന ആളാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലി നമ്മൾ ചെയ്യില്ല. എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നോ ചേട്ടൻ? ഇത് ഈസി ആയിട്ട് ചേട്ടൻ ഇത് സെറ്റ് ചെയ്യാൻ പറ്റിയോ? പ്രതിസന്ധികളെ ബിസിനസ്സുകാരന്റെ പെർസ്പെക്റ്റീവ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാം. ഇത് പ്രതിസന്ധികളാണ്, ഭയങ്കര പ്രതിസന്ധിയാണ്. ഞാൻ അമ്മ വീട് ചെയ്തപ്പോൾ തന്നെ ആദ്യത്തെ ട്രിപ്പ് കോവിഡ് വന്ന് അടച്ചു. രണ്ടാമത്തെ ട്രിപ്പ് വീണ്ടും ഒരു പച്ച പിടിച്ച് വന്ന സമയത്താണ് സ്മാർട്ട് സിറ്റിയുടെ പണി വന്നത്. 6 മാസം അടച്ചിട്ടു. അപ്പൊ ഇതിനകത്ത് വലിയ പ്രതിസന്ധികളുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തുമാത്രം ഇൻവെസ്റ്റ്മെന്റ്, മനസ്സിലായില്ലേ? അതുപോലെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞാൽ പല പാത്രങ്ങളും പിന്നെ ഉപയോഗിക്കാൻ പറ്റാതാവും. പിന്നെ ഒരു 6 മാസം ഒരു ഫ്രീസർ ഓൺ ചെയ്തിട്ടിരുന്ന രീതിയാണ്. ഉറപ്പായിട്ടും അപ്പൊ അങ്ങനെയുള്ള പ്രതിസന്ധികൾ. പിന്നെ കള്ളുഷാപ്പിനെ സംബന്ധിക്കുന്നത് നിയമപരമായ പ്രതിസന്ധികളല്ല, അത് നിയമപരമായ രീതിയാണ്. അങ്ങനെ നമ്മൾ പിന്തുടർന്നാൽ മാത്രമേ അതക്കാരി ഇതിൽ വരണമായിരുന്നു. എന്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്, കള്ളുഷാപ്പ് എന്ന് പറയുന്നത് ഒരു മൂന്നാംകിട സംഭവമല്ലെന്നും അവിടെ നല്ല വൃത്തിയുള്ള പരിസരവും ആളുകളെ ഇരുത്തുന്നതിന് വേണ്ടി കസ്റ്റമറിനെ കിങ് ആയിട്ട് തന്നെ കണ്ടുകൊണ്ട് നമ്മളുടെ ഡിഷുകൾ അവിടെ പരിചയപ്പെടുത്തി, നമ്മുടെ തനതായ ഭക്ഷണങ്ങൾ അവരെ പരിചയപ്പെടുത്തി, അവർ വളരെയധികം മനോഹരമായ രീതിയിൽ ഭക്ഷണം കഴിച്ച് നല്ല സന്തോഷത്തോടു കൂടി വൃത്തിയായ പരിസരം ഉണ്ടാക്കിയെടുത്ത് കള്ളുഷാപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കും. ചേട്ടൻ തിരുവനന്തപുരം ഒരു കൊച്ചു ആലപ്പുഴയാക്കി മാറ്റും. നോക്കട്ടെ. ചേട്ടൻ ഇതൊരു നല്ല പാട്ടുകാരനും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു പാട്ട് കേൾക്കാതെ പോകുന്നത് ചേട്ടനൊരു കൺസേർട്ട് ഒക്കെ ഇല്ലേ, ബാൻഡ് ഗ്രൂപ്പും കാര്യങ്ങള്? പാട്ടും പാചകവും എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇപ്പൊ ബാംഗ്ലൂർ ചെയ്തു, 1-2 സ്ഥലത്ത് കൺസേർട്ടുകൾ ചെയ്തു. അതായത് ക്യാമ്പ് ഫയറിന് പകരം ഒരടുപ്പ്. ആ അടുപ്പിന്റെ മുകളിൽ ഒരു ഡിഷാണ്. ചിലപ്പോൾ ചിക്കൻ കറി ആയിരിക്കും, അല്ലെങ്കിൽ ചിക്കൻ പറഞ്ഞിട്ട് കൊണ്ടാട്ടം, അങ്ങനെയൊക്കെയുള്ള സാധനം. അപ്പൊ ഓഡിയൻസ് എത്ര ഉണ്ടോ നോക്കിയിട്ട് അതിന് കണക്കാക്കി എല്ലാവർക്കും ഓരോ പീസ് കഴിക്കാൻ കണക്കാക്കിയുള്ള ക്വാണ്ടിറ്റി നമ്മളവിടെ ചെയ്യും. അതിന്റെ കൂടെ പാട്ട്, ഗസലുകള്, കവർ സോങ്ങുകള്, മാപ്പിളപ്പാട്ടുകള്, കവിതകള്, പിന്നെ ഗസലുകള്, സിനിമാ ഗാനങ്ങള്, നാടൻ പാട്ടുകള്. ഇത് ഭയങ്കര രസകരമായ നമ്മുടെ ഓർമ്മകൾ. ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മ. ഇപ്പൊ ആദ്യത്തെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർമ്മിക്കുന്ന ഒരു ഇത് കാണൂല്ലേ, ഒരു പാട്ട് കാണൂല്ലേ? ഉടലും ചേർന്നു പോയി, ഉയരും പകുത്തുപോയി, ഉള്ളം പിണഞ്ഞു പോയി, ഒറ്റയ്ക്കിരുന്നെത്ര കാറ്റു ഞാനേൽക്കണം നീയാം നോവുമായി, ഓർമ്മയിൽ നാളെത്ര കാതങ്ങൾ താണ്ടണം നീയാം തീരവില. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി ശ്രമിക്കുവാൻ, ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസകണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. മനോഹരമായിരുന്നു. ഇതിങ്ങനെ പോകും. ശരിക്കും ഒരു കലാകാരനാണ് കേട്ടോ നിങ്ങൾ. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നാൽ
ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു മറ്റൊരു ലോകത്തേക്ക് നമ്മളിങ്ങനെ കൊണ്ടേയിരിക്കും. അപ്പൊ ആഹാ എന്ത് രുചി, ആഹാ എന്ത് രുചി. ശരിയാണല്ലോ, അത് പറയാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് വന്നിട്ട് മുഴുകിപ്പോയി. അതെ അല്ലെ, നമ്മള് പാഷനേറ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച ഒരു ഗംഭീര എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും കാണും പ്രേക്ഷകരെ. നമ്മളല്ല, ഞാനും സൈഡിൽ കൂടെ. ഇതാണ് നായിക. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശരി. അപ്പൊ എല്ലാവർക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള വിഷന്റെ വളരെ മനോഹരമായ ഒരു പരിപാടിയാണ് അവതരിപ്പിക്കുന്ന ഷമി. നല്ല വാദോരാത വർത്തമാനം പറയുന്ന, അത്യാവശ്യം നിലപാടുകളൊക്കെ ഉള്ള ഒരു പെൺകുട്ടി കൂടെയാണ്. ഉള്ള കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഏതോ പരിപാടി. അപ്പൊ ആഹാ എന്ത് രുചി, ആഹാ എന്ത് രുചിക്ക് എൻ്റെ എല്ലാ വിധത്തിലുള്ള ആശംസകളും. ഒപ്പം കേരള വിഷൻ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാ വിധത്തിലുള്ള ആശംസകളും. അപ്പോൾ തിരുവനന്തപുരത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കുളത്തൂർ ഷാപ്പിൽ വരാം. അല്ലെങ്കിൽ നമ്മുടെ തൈക്കാട് PW റെസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് അമ്മ വീടെന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ്, ഒരു 4 കെട്ട് പഴയ ഒരു ഹെറിറ്റേജ് ലുക്കുള്ള, അവിടെ വിറകിലാണ് എല്ലാം ചെയ്യുന്നത്. വിറകെടുപ്പിലാണ് ചെയ്യുന്നത്. മതി എന്റെ ബിസിനസ്സുകാരാകും പ്രൊമോഷൻ. രണ്ടിടത്തുണ്ട്, എല്ലായിടത്തും. വാട നനയുമ്പോ അതിന്റെ അടുത്തേക്ക് ചീരയെ കൂടെ ഒക്കെ നനയും. അപ്പൊ ശരി.